എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഇങ്ങനെയുള്ള പൊടികളൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുന്ന സമയത്ത് മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ചും പ്രാണികളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അടിയൊക്കെ ആയിട്ട്, അതായത് അടിയിൽ കുറച്ചൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ കുറേ ദിവസമൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ വഴനയിലുണ്ടല്ലോ ഈ ഒരു ലീഫ് നമ്മൾ ഈ പൊടിയിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലുള്ളവർക്കാണെങ്കിൽ ഒന്ന് ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റും. അല്ലാത്തവർക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, ചെറിയ വിലയെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കൂ, എന്തായാലും ഒരൊറ്റ പ്രാണികൾ പോലും വരാതെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ കുറച്ച് പൊടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു 2 ലീഫ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ പൊടി ഒന്നിച്ചൊക്കെ പൊടിപ്പിച്ച് വെക്കുന്നവരാണെങ്കിൽ കുറച്ച് പൊടി ഇട്ട ശേഷം ഒരു ലീഫ് വയ്ക്കുക, പിന്നെ വീണ്ടും പൊടിയിടുക, അങ്ങനെ ഒരു ലെയർ പോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ ഈ ഒരു ലീഫ് ഉണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അടുത്തത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം വല്ലാതെ കൂടുതലാണ്. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പേപ്പർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കത്തിക്കുമ്പോൾ നല്ലപോലെ കത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പേപ്പർ ഇടുന്നത്. പിന്നെ ഞാൻ ഇതിലും ഇടുന്നത് വഴനയില തന്നെയാണ്. അപ്പോൾ ഈ ലീഫ് കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കുന്തിരിക്കൊക്കെ പുകയ്ക്കാറുണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൊതുകിനെ തുരത്താൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഒരു കർപ്പൂരം യൂസ് ചെയ്തിട്ട് ഒന്ന് കത്തിച്ചിട്ടൊന്ന് പുകച്ചു കൊടുക്കാം. അതിങ്ങനെ കത്തുമ്പോൾ തന്നെ അതിങ്ങനെ പിടിച്ചിട്ട് റൂമിൻ്റെ എല്ലായിടത്തും ഒന്ന് കൊണ്ട് നടക്കുക. ആ ഒരു പുകയും സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് കൊതുകുകളൊക്കെ പുറത്തേക്ക് പോയിക്കോളും. പിന്നെ വാതിലൊക്കെ നല്ലപോലെ അടച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ, നല്ല ഈസിയാണ്. എന്നാൽ നമുക്കായാലും ഇതിൻ്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ല് തന്നെയാണ്, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്മെല്ലൊന്നുമല്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ പപ്പടമൊക്കെ പാക്കറ്റ് പൊട്ടിച്ച ശേഷം പിന്നെ അത് എടുത്ത് വെക്കുമ്പോൾ അത് കേടാവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഒക്കെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ആ പാക്കറ്റിലേക്ക് ഇതുപോലെ കുറച്ച് ഉലുവയുടെ മണികളും കൂടി ഇട്ടിട്ട് ഇത് മൊത്തത്തിൽ ഒരു വേറെ പാക്കറ്റിൽ ഇതുപോലെ ഇട്ടൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചധികം ദിവസമൊക്കെ പുറത്ത് വെച്ചാലും പപ്പടം കേടാകാതെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കിതുപോലെ ഒരു കർപ്പൂരം ഒന്ന് നല്ലപോലെ കൈ വെച്ചൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കടുകാണ്. ഒരു 1/2 സ്പൂൺ കടുക് നമ്മുടെ ഇടിക്കല്ലിൽ വെച്ചൊന്ന് ജസ്റ്റ് ചതച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കടുകിന് ബാഡ് സ്മെല്ലുകളൊക്കെ വലിച്ചെടുത്ത് ഇല്ലാണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മിക്സിലേക്ക് കടുകും കൂടെ ചേർത്തത്. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി, അത് ഓഫ് ചെയ്യാം. അതിനുശേഷം ആ ഒരു തിളയ്ക്കുന്ന ആ ചൂടൊന്ന് കുറയുമ്പോൾ അത് നമുക്ക് കിച്ചൺ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജോലിയൊക്കെ കഴിയുന്ന സമയത്ത് ഇതുപോലെ സിങ്കിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സിങ്കിലെ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും, അതുപോലെ സിങ്കിൽ നിന്ന് ബാഡ് സ്മെല്ല് വരാതിരിക്കാനും, പിന്നെ ചെറിയ പ്രാണികളൊക്കെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ കർപ്പൂരം കൂടെ ചേർക്കുന്നത് കേട്ടോ. ചെറിയ പാറ്റകൾ ഇതൊക്കെ മഴക്കാലത്ത് സിങ്കിൻ്റെ ഹോളിലൂടെ കിച്ചണിലേക്ക് വരാറുണ്ട്. അപ്പം അങ്ങനെ ശല്യമൊക്കെ ഉള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. വല്ലാണ്ട് തിളച്ച വെള്ളം ഒഴിക്കണമെന്നില്ല കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടായാലും മതി. അതുപോലെ ഉപ്പും കൂടെ ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഈ വെള്ളം ചെല്ലുമ്പോൾ അതിലുള്ള ബ്ലോക്കുകളൊക്കെ മാറാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്നും ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ബ്ലോക്കൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബ്ലോക്കൊക്കെ വന്നു എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമുക്കൊരു തടസ്സം വെള്ളം പോവാതിരിക്കുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കളഞ്ഞാൽ മതി, വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ആ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും. ഇനിയിപ്പോൾ ബ്ലോക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ടാൽ മതി, പിറ്റേ ദിവസം രാവിലെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. കടുകുള്ളതുകൊണ്ട് തന്നെ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല, എല്ലാ ബാഡ് സ്മെല്ലും പോയി കിട്ടും, പ്രാണികളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഉപ്പൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ നല്ല പോലെയൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, തീരെ വെള്ളം പോകാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നോർമലി ചെറുതായിട്ട് വരുമ്പോഴേക്കും ഈ ഒരു കാര്യത്തിൽ തന്നെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുട്ടി കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്